ഹായ് എവ്രി വൺ, ഐം കാരുണ്യ. ഞാനിവിടെ ക്രിയേറ്റീവ് ബ്രോഷേഴ്സ് ആൻഡ് റെസ്യൂംസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാൻ പോകുന്നത്. ഇതിൽ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രോഷേഴ്സും റെസ്യൂംസും ആണ്. അതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വന്നിട്ട് ഞാൻ 2 ആപ്പിനെ കുറിച്ച് പറയാം, ക്യാൻവ ആൻഡ് പിൻട്രസ്റ്റ്. ക്യാൻവ എന്ന ആപ്പിൽ നമുക്ക് ബ്രോഷേഴ്സും പോസ്റ്റേഴ്സും റെസ്യൂംസ്, പ്രസൻറ്റേഷൻസ്, അതുപോലെ ഇത് കൂടാതെ തന്നെ ഇൻഫർമേഷൻ ഗ്രാഫുകൾ, യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് തന്നെ ക്യാൻവയിൽ നിന്ന് യൂസ് ചെയ്തിട്ടാണ്. പിൻട്രസ്റ്റ് എന്ന ആപ്പ് നമുക്ക് ഇമേജസും കോഡ്സും അതുപോലെ കട്ടൗട്ട്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. അത് ഫ്രീ ആണ്. നമുക്ക് അതിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹെൽപ്പോടു കൂടി നമ്മൾ ബ്രോഷേഴ്സിനെ നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു ക്യാൻവയുടെ സ്ക്രീൻഷോട്ടാണ്. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ക്യാൻവ ബോത്ത് പെയ്ഡ് ആൻഡ് ഫ്രീ ആണ്. ക്യാൻവ പ്രോ ആണ് ഒരു പെയ്ഡ് വേർഷൻ. നമ്മൾ പെയ്ഡ് വേർഷൻ ആയിട്ടുള്ളതാണ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എലമെൻറ്റ്സും ടാംപ്ലെറ്റ്സും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെയ്ഡായിട്ട് ഫ്രീ ആയിട്ടല്ലാത്തതെല്ലാം നമുക്ക് ക്യാൻവ പ്രോയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ബുക്ക് കവേഴ്സും ഗ്രാഫും ഡെസ്ക്ടോപ്പ് വാൾപേപ്പേഴ്സും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്യാൻവ ഉപയോഗിച്ച്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു പിൻട്രസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. പിൻട്രസ്റ്റിൽ എല്ലാം ഫ്രീ ആണ്. നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും. അതിപ്പോൾ പിക്ചേഴ്സ് ആയിട്ടും കോഡ്സ് ആയിട്ടും ക്യാപ്ഷൻസ് ആയിട്ടും ആരെങ്കിലും പറഞ്ഞ ഒരു സേയിങ്സ് ആയിട്ടാണെങ്കിലും നമുക്ക് എസ്സേക്കുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് നമുക്ക് ഈ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ദ നെക്സ്റ്റ് 2 സ്ലൈഡ്സ് ഇസ് മൈ ജേർണി. ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഒരു നോർമലായിട്ടുള്ള ഒരു ബ്രോഷറിന് ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്രോഷേഴ്സ് ഉണ്ടാക്കി എന്നുള്ളൊരു 2 പിക്ചർ റെപ്രസെൻറ്റേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കിയാൽ അറിയാം, ഞാൻ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. മെയിനായിട്ടുള്ള ഹെഡിങ്സ് പോലും സ്മോൾ ആയിരുന്നു. പക്ഷേ എൻ്റെ സെക്കൻഡ് ലൈറ്റസ്റ്റ് വണ്ണിൽ വന്നിട്ട് ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയാൽ എന്താണ് ബ്രോഷർ, എന്തൊക്കെയാണ് ഒരു ബ്രോഷറിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കി നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറിയുന്ന പോലെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ പാർട്ട് വേണ്ട ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്നെ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് നീഡ്സ് ആണ്. അതിലുള്ളത് പേഷ്യൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസ്. സോ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ബിക്കോസ് അറ്റ് ഫസ്റ്റ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് വി ഗോണ മേക്ക്. നമ്മൾ ഒരു ബ്രോഷർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് തരുന്ന ഒരു ഇതുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മളത് ഫോളോ ചെയ്താലും നമുക്ക് ചെറിയ മിസ്റ്റേക്സ് വരും. അത് നമ്മൾ വീണ്ടും ടീച്ചേഴ്സിന് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിന് വേണ്ട ചേഞ്ചസ് നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ പേഷ്യൻസ് വേണം. ദെൻ നമുക്ക് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഫ്ലോപ്പായിട്ടേ പോകാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇൻട്രസ്റ്റോടെ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ബ്രോഷർ ആയാലും എന്തൊരു കാര്യമാണെങ്കിലും ക്രിയേറ്റീവായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് വേണ്ടത് മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. നമുക്ക് നമ്മുടെ ചുറ്റും കുറേ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ AI ആയിട്ടും ഗൂഗിളിലുള്ള കാര്യങ്ങളായിട്ടും അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഉണ്ട്. അതിൽ മോസ്റ്റ്ലി ഫ്രീ ആയിട്ടുള്ള യൂസസും ഉണ്ട്. പിൻട്രസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രോഷേഴ്സ് മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കും. അതുപോലെ പിക്സാർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഒരു ബ്രോഷറിനെ എങ്ങനെ ഭംഗിയാക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് ബ്രോഷർ ഉണ്ടാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ കളർ പാലറ്റ്സ് ആണ്. കളർ പാലറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിലും ക്യാൻവയിലെ എലമെൻറ്റ്സിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിലും കിട്ടുന്ന കുറച്ച് കളേഴ്സ് മിക്സ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ്. അത് നമ്മുടെ ബ്രോഷറിൻ്റെ ബാക്കിൽ ഹിഡൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളേഴ്സ് നമ്മുടെ ബ്രോഷറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ദെൻ യൂസ് ഓഫ് പിൻട്രസ്റ്റ് എന്ന ആപ്പിൽ നമുക്ക് പല തരത്തിലുള്ള സ്റ്റിക്കേഴ്സും അതുപോലെ പിക്ചേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബ്രോഷറിൽ ആഡ് ചെയ്യുകയാണ്
ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും. ദെൻ നെവർ അപ്ലോഡ് സെയിം ഡാറ്റ ട്വൈസ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡാറ്റ, ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ ആരുടെയെങ്കിലും ഫോട്ടോ നമ്മൾ ഓൾറെഡി ക്യാൻവയിൽ ഒരു ബ്രോഷർ ചെയ്യാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ലോഡഡ് ഡാറ്റ എപ്പോഴും ഒരു അപ്ലോഡഡ് ഓപ്ഷനിൽ അത് കിടക്കുന്നുണ്ടാവും. അതിപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഓഡിയോസ് ആണെങ്കിലും അത് സെയിം തന്നെയാണ്, അത് അവിടെ തന്നെ ഉണ്ടാവും. സോ നമുക്ക് ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നതിന് നമ്മുടെ ഗാലറിയിൽ അതില്ലെങ്കിലും നമുക്ക് സേഫായിട്ട് ക്യാൻവയിൽ തന്നെ യൂസ് ചെയ്യാം. ദെൻ യൂസ് ഓഫ് നെറ്റ് ടൂൾ. നെറ്റ് ടൂൾ എന്ന് പറയുന്നത് ഒരു 4 ആരോഡ് ടൂളാണ്. ഇത് നമുക്ക് ഈ ചില കാര്യങ്ങൾ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പൊസിഷനിൽ നിന്നില്ലെങ്കിൽ നമുക്ക് നെറ്റ് ടൂൾ ഉപയോഗിച്ച് ലെഫ്റ്റും റൈറ്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ യൂസ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് പറയുന്നത് ക്യാൻവയിൽ ഒരു ഓപ്ഷനാണ്. ഈ എലമെൻറ്റ്സിൻ്റെ ഉള്ളിൽ ഗ്രാഫിക്സ്, പൈ ചാർട്ട്സ്, അതുപോലെ കോഡ്സ്, സ്റ്റിക്കേഴ്സ്, അതുപോലെ ഗ്രാഫിക്സ് ഇതെല്ലാം നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിനൊക്കെ നമുക്ക് ഇതിനകത്ത് ബ്രോഷറിൽ യൂസ് ചെയ്യാം. കുറേ കാര്യങ്ങളൊക്കെ ക്യാൻവ പ്രോ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ഏകദേശം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാവരും നമുക്ക് പല ഓപ്ഷൻ ടൈപ്പിൽ ക്യാൻവയിൽ എലമെൻറ്റ്സ് അവൈലബിൾ ആയിട്ട് തരുന്നുണ്ട്. ദെൻ പൊസിഷനിങ്. ഒരു ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് പൊസിഷൻസ് ഉപയോഗിച്ചിട്ട് വേണം ഓരോന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ലോഗോസ് എപ്പോഴും താഴെ അല്ലെങ്കിൽ ഒരു സൈഡിലോ ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു കറക്റ്റ് പൊസിഷൻ അല്ല. സെൻറ്ററിൽ നമ്മൾ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് വലുതാക്കി വെക്കുമ്പോഴാണ് ലോഗോസിൻ്റെ പൊസിഷൻസ് കറക്റ്റ് ആവുക. ദെൻ ഫൈൻഡിങ് ദ റൈറ്റ് ടാംപ്ലെറ്റ്സ്. ഇതെന്താന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രോഷറിൽ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സണാണ്, ഫ്രം സ്ക്രാച്ചാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഒരു ടാംപ്ലെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാറ്, നമുക്ക് അതുപോലെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എലമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രോഷറിൻ്റെ കീവേഡ് അല്ലെങ്കിൽ എലമെൻറ്റ് അതിനകത്ത് എന്താണോ ഉള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം, കുറേ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ടാംപ്ലെറ്റ് സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഒരെണ്ണത്തിൽ സെർച്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ അതിലും ഭംഗിയുള്ളത് നമ്മൾ ചിലപ്പോൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ ക്ലാരിറ്റി ഓഫ് ഡീറ്റെയിൽസ്. ഒരു ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലാരിറ്റി ഉണ്ടാകണം ഡീറ്റെയിൽസിന്. അതായത് ഡേറ്റ്, ടൈം, പിന്നെ നമുക്ക് എന്താണ് ഒരു കോമ്പറ്റീഷൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ്, ഇതെല്ലാം ക്ലാരിറ്റിയോടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് സിംപ്ലിഫൈ ആയ രീതിയിൽ മാത്രമേ അത് നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ചൂസ് ഓഫ് റൈറ്റ് പെർഫെക്റ്റ് ഫോണ്ട്സ് ആൻഡ് കളേഴ്സ്. ഇതെന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് നമ്മളെ ഫോണ്ടിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോണ്ടിൽ നമ്മൾ വൈറ്റ് ഫോണ്ടുകളെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. അതേസമയം നമ്മളൊരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ ഫോണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ റൈറ്റിങ്സും ഓരോ ഹെഡിങ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. ദെൻ ഫോണ്ടിൻ്റെ കേസ് എന്താ വെച്ചാൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ബ്രോഷറിൽ ഹെൽവറ്റിക്ക അതുപോലെ ടൈംസ് ന്യൂ റോമനൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടായിട്ട് വരിക. ദെൻ നമ്മളിപ്പോൾ വലിയ വലിയ ഹെഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് ഭയങ്കര സ്റ്റെൻസിൽ അങ്ങനത്തെ ഫോണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ദെൻ ഹൈലൈറ്റ് ദ നീഡ്സ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഒരു ബ്രോഷറിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ക്യാച്ചി ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ക്യാച്ചി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ബിസി പേഴ്സണാലിറ്റീസ് ഒക്കെയാണ് ഈ ബ്രോഷർ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നോക്കാൻ പറ്റുന്നത്, അവർ ആദ്യം നോക്കുന്നത് ഡേറ്റ്, ടൈം, പ്ലേസ് അതൊക്കെ ആയിരിക്കും, അതിൻ്റെ ഗൈഡ് ലൈൻസ് അതൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഷറിൽ സ്റ്റാൻഡേർഡ് കൂടും. ദെൻ പിന്നെയുള്ളത് മിനിമൈസ് ദ യൂസ് ഓഫ് ബ്രൈറ്റ് കളേഴ്സ് ആൻഡ് ഗോ ഫോർ മോർ മിനിമലിസ്റ്റ്. ഒരു ബ്രോഷറിൽ എപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച്, നിയോൺ ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഐ ക്യാച്ചിങ് അല്ലാതെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ബ്രോഷറായിട്ട് തീരും. അതുകൊണ്ട് മിനിമലിസ്റ്റ് ആയിട്ട് പേസ്റ്റൽ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്രോഷേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടും. പേസ്റ്റൽ കളേഴ്സ് മേക്സ് ദ ബ്രോഷേഴ്സ് മോർ ബ്യൂട്ടിഫുൾ. അതായത് പേസ്റ്റൽ കളേഴ്സിൽ നമ്മൾ ബ്രോഷറിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഷെയ്ഡ്സ് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോഷേഴ്സ് എലഗൻ്റ് ആയിട്ടും മിനിമലിസ്റ്റിക് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഫീൽ ചെയ്യും. ദെൻ യൂസ് ഓഫ് സെയിം ഗ്രേഡിയൻറ്റ് കളേഴ്സ്. എപ്പോഴും ഒരു ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ സെയിം ഗ്രേഡിയൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും. ഇപ്പോൾ ബ്ലൂവിൻ്റെ കേസിലാണെങ്കിൽ അത് ടെയിൽ ബ്ലൂ ഉണ്ടാവും, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ, അങ്ങനെ പല തരത്തിലുള്ള ബ്ലൂസ് ഉണ്ട്. അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരേ കളർ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഗ്രേഡിയൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബ്രോഷർ ഉണ്ടാക്കാൻ കൂടുതൽ ശ്രമിക്കുക.
പിന്നെ നെവർ മിക്സ് ബ്രൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ ടുഗെദർ. ഒരു ബ്രോഷറിൽ എപ്പോഴും ബ്രൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ബ്രൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ് മാത്രം, പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് മാത്രം യൂസ് ചെയ്ത് എലഗൻറ്റ് ലുക്കിലുള്ള ബ്രോഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. യൂസ് ഓഫ് ആപ്റ്റ് ഇമേജസ് ആസ് എ ടോപ്പിക്. അതായത് ഒരു ടോപ്പിക്ക് നമുക്ക് തരുന്നുണ്ട് ഒരു ബ്രോഷർ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ആ ബ്രോഷറിൽ എന്താണോ ടോപ്പിക്ക് അതിനെയായിട്ട് റിലേറ്റ് ചെയ്ത ഇമേജസ് സെർച്ച് ചെയ്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ബ്രോഷറിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ ശ്രമിക്കുക. ദെൻ മേക്സ് ഹെഡിങ് സ്റ്റാൻഡ് ഔട്ട് അതർ ദാൻ ദ അതർ ഡീറ്റെയിൽസ്. അത് വെച്ചാൽ എപ്പോഴും നമ്മളൊരു ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ ആ ബ്രോഷറിൻ്റെ ഹെഡിങ്സ്, ഇപ്പോൾ ഒരു ചെസ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഫുട്ബോൾ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബിനാറിൻ്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡിങ്സ് പെട്ടെന്ന് കണ്ട് അവർക്ക് എന്താണ് ബ്രോഷറിൽ ഉണ്ടാവാൻ പോകുന്നതെന്നൊരു ഗ്ലിംസ് കൊടുക്കുന്ന രീതിയിൽ ഹെഡിങ്സ് എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബ്രോഷറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മേക്ക് ടൈം ആൻഡ് പ്ലേസ് മോർ വിസിബിൾ. ഇപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ ബിസി ബോഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു ബ്രോഷറിൽ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ്. ഇത് 3 അവരുടെ ഷെഡ്യൂളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നാണ്. സോ അത് 3 അവർക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് ബ്രോഷേഴ്സിലേക്കാണ്. എങ്ങനെയാണ് ഒരു പ്രോപ്പർ ബ്രോഷർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ചൂസ് ദ റൈറ്റ് ടെംപ്ലേറ്റ്. നമ്മുടെ ക്യാൻവ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിളായി തരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻവകളിൽ ഏത് ബ്രോഷറാണ് നമുക്ക് സ്യൂട്ടബിൾ, നമ്മുടെ ടോപ്പിക്കായിട്ട് സ്യൂട്ടബിൾ എന്നുള്ളത് കുറേ സെർച്ച് ചെയ്തതിന് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. നമ്മളിപ്പോൾ ഒരു ടെംപ്ലേറ്റ് കണ്ടു, നമ്മൾ തന്നെ വേറെ നോക്കാൻ പോവാണ്, പക്ഷേ അതെനിക്ക് ഇഷ്ടമായി, അതിപ്പോൾ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ താഴെ നമുക്കൊരു ഫേവറേറ്റ് പറഞ്ഞിട്ട് ഒരു സ്റ്റാറിൻ്റെ ഇതുണ്ടാവും. നമ്മൾ അതിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൂസ് ചെയ്യാതെ നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടും. ഡിലീറ്റിംഗ് ദ അൺവാണ്ടഡ് തിങ്സ്. അതായത് ഓരോ ബ്രോഷറിലും നമ്മൾ എടുക്കുന്ന ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ അത് അവരുടേതായ കണ്ടൻസ് ആണ് അതിനകത്ത് ആദ്യം ഉണ്ടാവുക. നമ്മളതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിനകത്ത് വെച്ച് ബാക്കിയെല്ലാം അൺനെസസറി ആയിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ദെൻ ആഡിങ് ദ നെസസറി ലോഗോസ്. ആദ്യം തന്നെ നമ്മൾ യോഗക്ഷേത്രയുടെ ലോഗോ ആഡ് ചെയ്യാം, പിന്നെ IQACയുടെ ലോഗോ ആഡ് ചെയ്യാം. ഇത് രണ്ടും എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും. ഈ IQACയുടെ ലോഗോ ചിലപ്പോഴേ പെർമനൻ്റ് ആവുള്ളൂ, പക്ഷേ മോസ്റ്റ്ലി ഇത് കേസസിൽ IQACയുടെ ലോഗോവും പെർമനൻ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും എപ്പോഴും ഫസ്റ്റ് വെക്കുക. എന്നിട്ട് യുവക്ഷേത്രയുടെ ലോഗോ സെൻറ്ററിലും IQACയുടെ ലോഗോ ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് പൊസിഷൻ ചെയ്ത ശേഷം മാത്രം ബാക്കി ഏതെങ്കിലും ക്ലബിൻ്റെ ലോഗോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. യുവക്ഷേത്രയുടെ ലോഗോ സെൻറ്ററിലല്ലാതെ ലെഫ്റ്റ് ഓർ റൈറ്റിക്ക് അലൈൻ ചെയ്ത് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി അതിനകത്ത് പോവും, നമുക്ക് അട്രാക്റ്റീവായി ഫീൽ ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് എന്താ വെച്ചാൽ കമ്മിറ്റീസ് ആൻഡ് കോർഡിനേറ്റേഴ്സ്. ഇതും എപ്പോഴും പെർമനൻ്റ് ആയ കാര്യങ്ങളാണ്. ഓർഗനൈസിങ് കമ്മിറ്റിയിൽ ഡയറക്ടറും ദെൻ പ്രിൻസിപ്പൽ ആൻഡ് വൈസ് പ്രിൻസിപ്പൽ എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് IQAC കോർഡിനേറ്റേഴ്സ്, അതുപോലെ നമ്മുടെ HOD അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്തുനിന്ന് വരുന്ന ഒരു റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഹെഡും ചിലപ്പോൾ അവരുടെ പേരും നമുക്ക് ആ ഒരു ഓർഗനൈസിങ് കമ്മിറ്റിയിൽ ആഡ് ചെയ്യാൻ പറയും. നമുക്ക് വേണ്ടതെല്ലാം ആഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് നമ്മൾ സ്റ്റുഡൻറ്റ് കോർഡിനേറ്റേഴ്സും പ്രോഗ്രാം കോർഡിനേറ്റേഴ്സാണ് ഉണ്ടാവുക. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിൽ മോസ്റ്റ്ലി നമ്മൾ ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഉണ്ടാവുക, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ സ്റ്റുഡൻറ്റ് കോർഡിനേറ്റേഴ്സ് റെസ്പെക്റ്റീവായ ക്ലാസ്സുകളിൽ നിന്ന് ആരാണോ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് അവരുടെ പേരാണ് ഉണ്ടാവുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ. ഇത് 3 ആഡ് ചെയ്യണം, അട്രാക്റ്റീവായിട്ട് ആഡ് ചെയ്യണം. പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന പോലത്തെ രീതിയിൽ വേണം ഡേറ്റും ടൈമും വെന്യൂവും ആഡ് ചെയ്യാൻ. പിന്നെ നമ്മൾ മെയിൻ ഹെഡിങ് ആഡ് ചെയ്യണം. മെയിൻ ഹെഡിങ് ആഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഒരു ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്സിൻ്റെ ഫോണ്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. കൂടുതലും കളേഴ്സ് മെയിൻ ഹെഡിങ്ങിൽ ബ്ലാക്ക് ഓർ വൈറ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും റോയൽ ആയ 2 കളേഴ്സാണ്. അപ്പോൾ രണ്ടും നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഒരു ബ്രോഷർ നോക്കുമ്പോൾ അട്രാക്റ്റീവായിട്ട് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മെയിൻ ഹെഡിങ്സ് വേണം. ഓർഗനൈസിങ് ഡിപ്പാർട്ട്മെൻറ്റ്സും സെല്ലും നമ്മൾ എഴുതാം. ഓർഗനൈസ്ഡ് ബൈ ഇൻ IQAC വിത്ത് പറഞ്ഞിട്ട് നമ്മളൊരു സെൻറ്റൻസ് എഴുതും. നമ്മുടെ ലോഗോസിൻ്റെ താഴെയാണ് അത് മോസ്റ്റ്ലി പ്ലേസ് ചെയ്യുക. എനിക്ക് എൻ്റെ ലോഗോസിൻ്റെ താഴെ അത് പ്ലേസ് ചെയ്യാനാണ് ഇഷ്ടം. നമ്മുടെ ലോഗോ കഴിഞ്ഞതും ഇത് ആര് അറേഞ്ച് ചെയ്യുന്നു, ആര് ഓർഗനൈസ് ചെയ്യുന്നു എന്ന് അറിയാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് തന്ന ടോപ്പിക്ക്, നമ്മുടെ പ്രോഗ്രാം എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടോ, അതുപോലെ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, എന്തിനെക്കുറിച്ചാണ്, ആരൊക്കെ വരുന്നുണ്ട്, റിസോഴ്സ് പേഴ്സൺ ഉണ്ടോ, ചീഫ് ഗസ്റ്റ് ഉണ്ടോ, ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ദെൻ റിലേറ്റിംഗ് പിക്സ് ഓർ ഗ്രാഫിക്സ്. നമുക്ക് പിൻട്രസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവയിലുള്ള ടാംപ്ലെറ്റ്സോ എലമെൻറ്റ്സോ അല്ലെങ്കിൽ ഗൂഗിളോ ഉപയോഗിച്ച് നമ്മുടെ ബ്രോഷറിന് വേണ്ട ഒരു റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പിക്ചർ സെർച്ച് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. പിന്നെ എല്ലാം ഇതാണ് ബ്രോഷർ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇത് മൊത്തം നമ്മൾ അറേഞ്ച് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ചെക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാം. അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് പറയും, പിന്നെ അതങ്ങൾ നമുക്ക് തിരുത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു നല്ല ഭംഗിയുള്ള ബ്രോഷേഴ്സ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്യൂംസ് ആണ്. റെസ്യൂംസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവിടെയും നമുക്ക് ഞാൻ ഇതിലൊരു സാമ്പിൾ റെസ്യൂം കാണിച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ റെസ്യൂം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ, സ്കിൽസ്, ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെക്കുറിച്ച്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ഇല്ലെങ്കിലും ഇത് 3 മോസ്റ്റ്ലി എല്ലാ കമ്പനീസും ആദ്യം നോക്കുക. ദെൻ ഓൺലി അവർ ബാക്കിയുള്ളത് നോക്കുള്ളൂ. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതിനകത്ത് ആഡ് ചെയ്യണം. എപ്പോഴും ഒരു റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കുകയാണെങ്കിലേ നമ്മൾ ATS ഫ്രണ്ട്ലി ആവുള്ളൂ. ഈ ATS എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്. ഇപ്പോൾ റെസ്യൂംസിനൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ATS വെച്ച് റീഡ് ചെയ്യുമ്പോൾ അത് ATS ആദ്യം നോക്കുന്നത് റീഡബിലിറ്റി ഉണ്ടോ, സിംപ്ലിസിറ്റി ആണോ, കോൺടെസ്റ്റ് അതിനകത്ത് ഉണ്ടോ, അതായത് ആ ഒരു കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ റെസ്യൂമിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു റെസ്യൂമ് നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മളത് ഭയങ്കര കളർഫുള്ളായി ഭയങ്കര ഡെക്കറേറ്റീവായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂംസ് കൂടുതലും റിജക്റ്റ് ചെയ്യാനാണ് ചാൻസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്യൂം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് ബ്രിവറ്റി ആണ്. ഈ ബ്രിവറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഷർ ആയാലും റെസ്യൂമേ ആയാലും നമ്മൾ മെയിൻലി റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും വലിച്ചു വാരിയിട്ട് കാര്യങ്ങൾ ഇടരുത്. നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളും നമ്മളെക്കുറിച്ചാണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണെങ്കിലും ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രമേ അതിനകത്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഡിസൈൻ ആൻഡ് ടാംപ്ലെറ്റ്സ്. ഒരിക്കലും ഭയങ്കര അട്രാക്റ്റീവായ ടാംപ്ലെറ്റ്സ് എടുക്കാതെ നമ്മുടെ ബ്രോഷർ മിനിമലിസ്റ്റ് ആയിട്ട് വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ATS ഫ്രണ്ട്ലി ആവാൻ അത് സഹായിക്കും. ക്രിസ്റ്റൽ ക്ലിയർ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്രിവിറ്റിയുടെ അതേ പോയിന്റ് തന്നെയാണ്. നമുക്ക് കൊടുക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു HR വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ദെൻ കീവേഡ്സ് ആൻഡ് ബുള്ളറ്റിൻ പോയിന്റ്സ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ബുള്ളറ്റിൻ പോയിന്റ്സിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് കീവേഡ്സ് യൂസ് ചെയ്യാം. മെയിൻലി റെസ്യൂംസ് എല്ലാം സെർച്ച് ചെയ്യുന്നത് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ അവർ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ റെസ്യൂംസ് സെർച്ച് ചെയ്ത് ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ സ്കിൽസിനനുസരിച്ചുള്ള കീവേഡ്സ് നമ്മളവിടെ കൊടുക്കാതെ നമ്മൾ ഒരു കമ്പനിയും അപ്രോച്ച് ചെയ്യാൻ പോകുന്നില്ല. ദെൻ പ്രൂഫ് റീഡ്. ഒരിക്കലും ഒരു റെസ്യൂം പ്രൂഫ് റീഡ് ചെയ്യാതെ എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ എങ്കിലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഫോണ്ട് ആൻഡ് സ്റ്റൈൽ, ഏരിയൽ, ഹെൽവറ്റിക്ക, അതുപോലെ ടൈംസ് ന്യൂ റോമൻസ്, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു റെസ്യൂം ഉണ്ടാക്കാൻ. അപ്ഡേറ്റിംഗ് ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ഡിഗ്രി എടുത്തു, അങ്ങനെ വല്ല മാറ്റങ്ങൾ നമ്മുടെ സ്കിൽസിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റെസ്യൂമിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരിക്കലും അപ്ഡേറ്റ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആൾക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യമായിരിക്കും നമുക്ക് ഓൾറെഡി ഉണ്ടാവുക. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ജോബ് ലൂസ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. ദെൻ ഇറെലവൻ്റ് ആയിട്ട് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസും റെസ്യൂമിൽ കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. ഹൈലൈറ്റിംഗ് സ്കിൽസ്. നമ്മുടെ സ്കിൽസിനാണ് മോർലി ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സോ നമ്മുടെ സ്കിൽസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. ഇൻക്ലൂഡിങ് ഓഫ് പേഴ്സണൽ ഡാറ്റ. അടുത്തത് ഈ പേഴ്സണൽ ഡാറ്റ ഇൻക്ലൂഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു റെസ്യൂമിൽ ആഡ് ചെയ്യരുത് എന്നാണ് ഈ പ്രൊഫഷണൽസ് ഒക്കെ പറയുന്നത്. ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ കരിയറിനെ ബാധിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിനെ ബാധിക്കാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഇയേഴ്സ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വല്ല ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ
പവർഫുൾ വേർഡ്സ് നമ്മളെപ്പോഴും ബ്രിവിറ്റി ആയി കൊടുക്കുമ്പോഴും ക്ലിസ്റ്റർ ക്ലിയർ ആയി കൊടുക്കുമ്പോഴും ഈസി ആൻഡ് സിമ്പിൾ റീഡിങ്ങിന് പറ്റിയ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിലും നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഈ ഡെവലപ്ഡ്, ഇംപ്രൂവ്ഡ്, അക്കംപ്ലിഷ്ഡ് അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള നല്ല വെയ്റ്റഡ് വേർഡ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്യൂമിന് കുറച്ചും കൂടെ ഭംഗി കൂടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. ദെൻ ATS ഫ്രണ്ട്ലി, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻറ്റി ടെററിസ്റ്റ് സെല്ലിനെ കുറിച്ച്, ഒരു സ്ക്വാഡാണ് ഈ ATS എന്ന് പറയുക. ഇതെല്ലാ സിസ്റ്റത്തിലും ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു ATS മെയിൻലി നോക്കുന്നത് റീഡബിലിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് കണ്ടസ്റ്റ് ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അതിനകത്ത് നമ്മളെ ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ റീഡ് ചെയ്യുള്ളൂ. ദെൻ ഫോളോ സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. എപ്പോഴും നമ്മുടെ റെസ്യൂമെ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് സിമ്പിളായിട്ട് ഉണ്ടാവണം. സോ ദിസ് ഈസ് ദ എൻഡ്. ഞാൻ ഇതുവരെ ബ്രോഷർ ആൻഡ് റെസ്യൂം എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം കാരുണ്യ of final year BCom CA student from Yuvakshetra Management of Institutions.